कविश्री जय 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 गुरु श्रीराधेश्याम। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। तस्मै श्रीगुरुवे नमः। तस्मै श्रीगुरुवे नमः। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमूर्तिं नमामि। उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमूर्तिं नमामि। उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमूर्तिं नमामि। श्री श्री नरसिंह भगवान की जय। नरहरि की जय। प्रहलाद महाराज की जय। जय 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 श्री राधेश्याम. നമ്മൾ കഴിഞ്ഞ ദശക നരസിംഹാവതാരമാണ് കണ്ടത്. ദശകം 25 വരെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ദശകം 26 പോകുന്നത്. നരസിംഹാവതാരത്തിന്റെ ആ പൂർണ്ണ രൂപസ്തംഭ ഏഹട്ടയതോ ഹിരണ്യകശിപൂർ എന്ന് പറഞ്ഞിട്ട് നമ്മള് ആ ഭഗവാന്റെ എല്ലാ വിധത്തിലുള്ള ആ ഘോരമായിട്ടുള്ള ആ രൂപം നമ്മൾ കണ്ടു. പിന്നെ ശാന്തമായിട്ടുള്ള രൂപവും കണ്ടു. ഘോരമായിട്ടുള്ള രൂപം എപ്പോഴാണ് കണ്ടത്? ഭഗവത് ഭക്തനെ നിന്ദിക്കുന്ന അവനോടാണ് ഘോരമായിട്ടുള്ള ആ രൂപം കാണിച്ചു കൊടുത്തത്. അതേസമയം ശാന്തമായിട്ടുള്ള രൂപമായി എപ്പോഴാണ് കാണിച്ചത്? പ്രഹ്ലാദനോട്. ബാക്കി ആരെ കൊണ്ട് ഭഗവാനെ ശാന്തമാക്കാൻ പറ്റാതിരുന്ന സമയത്ത് പ്രഹ്ലാദനെ സ്വയം മടിയിൽ പിടിച്ചു വെച്ചിട്ട് അതെന്നുണ്ടെങ്കിൽ എങ്ങനെയാ സിംഹക്കുട്ടികൾ എങ്ങനെയാ തന്റെ മക്കളെ നക്കി തുടച്ച് സ്നേഹം കാണിക്കുന്നത്, അതേപോലെയാണ് ഭഗവാൻ. എല്ലാം മറന്നു ഭഗവാനാണെന്നുള്ള ആ രീതി എല്ലാം, ത്രൈലോക്യനാഥനാണെന്നുള്ള ആ രൂപം പോലും എല്ലാം മറന്നു കഴിഞ്ഞിട്ട് സാക്ഷാൽ പ്രഹ്ലാദനെ തന്റെ ഭക്തനെയാണെന്നുണ്ടെങ്കിൽ അരിമയോട് ചേർത്ത് പിടിച്ചിട്ട് പ്രഹ്ലാദന് വേണ്ടുന്ന വരമെല്ലാം കൊടുത്തിട്ട് അപ്രത്യക്ഷമാകുന്ന ആ ഒരു അതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദശകത്തില്. നോക്കിക്കോണം, ഒരു കുടുംബത്തിൽ ഒരു ഭക്തൻ ഉണ്ടായതിന്റെ പ്രയോജനം നോക്കൂ. അസുരന്മാരായിരുന്നു, എന്നിട്ട് പോലും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ കിട്ടിയത്? മോശപ്രാപ്തി. അത് ഒരു തലമുറയും 2 തലമുറയൊന്നും അല്ല കിട്ടിയതെന്നുള്ളതാ. 21 തലമുറയ്ക്ക് ആ മോശപ്രാപ്തി ഭഗവാൻ കൊടുത്തെന്നുള്ളതാ. അതുകൊണ്ട് നമ്മളൊക്കെ വായിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കുടുംബത്തില് ആരെങ്കിലും ഒരു ഭക്തർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഫുൾ സപ്പോർട്ട് കൊടുക്കണം. ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഭഗവത് ഭക്തന്മാരെ സേവിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, കുചേലന് ഭഗവാൻ വാരിക്കോരി കൊടുത്തു എന്നുള്ളതാ. എങ്ങനെയാ? ഭഗവാന്റെ ഭക്തി മാത്രമാ കുചേലൻ ചെയ്തത്, വേറെ ഒന്നും കുചേലന് വേണ്ടായിരുന്നു. ധനം വേണ്ട, സുന്ദരി വേണ്ട. സുന്ദരി കവിതാമ്മ ജഗദീശ കാമീ മമ ജന്മനി ജന്മനീശ്വരെ ഭവതാത് ഭക്തി ഐതുകീ തൊയ്യ് എന്നായിരുന്നു പറഞ്ഞത്. ജനം വേണ്ട, എന്താ ബന്ധുക്കൾ ആരും വേണ്ട കുചേലന്. പിന്നെയോ സുന്ദരിയും വേണ്ട. പിന്നെയോ ധനം വേണ്ട, ജനം വേണ്ട, സുന്ദരിയും വേണ്ട. പക്ഷെ ഭഗവാനോട് പ്രാർത്ഥിച്ചത് എന്താ? ഭഗവാനെ എപ്പോഴും അങ്ങയുടെ ഭക്തി അകൈതുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒഴിച്ചുകൊണ്ടേ ഇരിക്കില്ലേ? അതേപോലെ ഒരു മിനിറ്റ് പോലും ഭഗവാന്റെ സ്മരണ എന്നിൽ നിന്നും പോകരുതേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയായിരുന്നു. ഭഗവാനെ വാരിക്കോരി ധാരകയെ പോലെ ഭഗവാനാണ് കുചേലന് കൊടുത്തു എന്നുള്ളത്. പക്ഷെ കുചേലൻ അതിനകത്തൊന്നും മുഴുകിയില്ല എന്നുള്ളതാ. പക്ഷെ എന്താ ചെയ്തത്? കുചേലന് പണ്ടത്തേനേക്കാളും കൂടുതൽ ഭക്തി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവത് പ്രാപ്തി കിട്ടിയെന്നുള്ളതാണ്. അതേപോലെ ഭഗവാൻ നമ്മളെയും കടാക്ഷിക്കും, നമ്മളെ പരീക്ഷിക്കും, നമുക്ക് വേണമെങ്കിൽ വാരിക്കോരി തരും. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിൽ മുഴുകിയിട്ട് ഭഗവാനെ മറന്നു പോകരുത്. ആ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്ക്, യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ നിന്നാ വന്നിരിക്കുന്നത്? ഗോലോക വൃന്ദാവനത്തിൽ നിന്നാ വന്നിരിക്കുന്നത്. അന്നേരം എന്താ മനുഷ്യനൊരു തോന്നൽ വന്നു, എല്ലാം ഭഗവാൻ കൃഷ്ണൻ 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 മാത്രം, എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അങ്ങനെ ഒരു തോന്നൽ വരുന്ന സമയത്താണ് എന്താണ് ചെയ്യുന്നത്? ഗോലോക വൃന്ദാവനത്തിന്റെ ഒരു പ്രതിച്ഛായ എന്തുണ്ടാക്കി? ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ട് മക്കളെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എൻജോയ് ചെയ്യാൻ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നമ്മളെ വിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഭൂലോകത്ത് വന്നപ്പോഴോ എന്താണ്? ദുഃഖാലയം അശാശ്വതം. ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഭൂലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുഃഖാലയമാണ്, അശാശ്വതമാണ്. ഇതിന് ഒരു പെർമനൻസി ഉണ്ടോ? ഇല്ല. ദുഃഖാലയം മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? വെറും മെഡിസിൻ മാത്രമല്ലേ അവിടെ കിട്ടത്തുള്ളൂ. മധുരമുള്ള ഏതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ഓരോരുത്തർ വെക്കാൻ തുടങ്ങി, അത് വേറെ, അതൊരു മെഡിക്കൽ സ്റ്റോർ ആവില്ല, ജനറൽ സ്റ്റോർ ആയി പോകും.
എന്താ മരുന്ന് മെഡിസിൻ മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ അതേപോലെയാ ഈ ഭൂമിയിലും ദുഃഖാലയമാണ്, അശാശ്വതവുമാണ്. നമ്മൾ ഒരു കാര്യം കൊണ്ട് ചെയ്തങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അന്നേരം ഒരു സന്തോഷം തോന്നും. പക്ഷെ പിന്നെ ആ ചെയ്യുന്ന കാര്യം തന്നെ നമുക്ക് എന്തായിട്ട് വരും, ദുഃഖമായിട്ട് മാറും എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിൽ നിന്നൊരു ഒരു എന്താ മറവി ഉണ്ടായി പോയി, ഭഗവാനെ മറന്നുപോയി നമ്മള്. അതുകൊണ്ട് ആ ഭഗവത്തിനെ മറന്നുപോയതിന്റെ പ്രായശ്ചിത്തമായിട്ട് എന്ത് വേണം നമ്മൾ ചെയ്യണം? കൂടുതൽ കൂടുതൽ ഭഗവത് ഭക്തിയിലേക്ക് മുന്നോട്ട് വരിക. മുന്നോട്ട് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ജ്ഞാനം സമ്പാദിക്കുക. ആ ജ്ഞാനത്തിൽ കൂടി ഭഗവാനെ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ, ഭഗവത് ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഭഗവത് പദാരവിന്ദ സേവ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ അറിവും നമുക്ക് ആ ജ്ഞാനത്തിൽ കൂടെ കിട്ടും. ജ്ഞാനം എവിടുന്നെയാണ് കിട്ടുന്നത്? ശാസ്ത്രത്തിൽ നിന്നിട്ട്. ശാസ്ത്രം ആരാണ്? നമ്മുടെ അമ്മയാണ് ശാസ്ത്രം. അമ്മ ശാസ്ത്രം. നമ്മളിപ്പോ അമ്മയുടെ കൈപിടിച്ചല്ലേ നമ്മൾ നടന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് എത്രയോ രാത്രികളിൽ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഉറക്കളച്ചിരുന്നിട്ട് നമ്മളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതെല്ലാം കുട്ടിയായിട്ടിരിക്കുന്ന സമയത്തായാലും കുറച്ചുകൂടി വലുതാകുമ്പോഴായാലും ഇങ്ങനെ ആ അമ്മയുടെ ആ സ്നേഹം എങ്ങനെയാണ്, അതേപോലെയാണ് ശാസ്ത്രം. പണ്ടത്തുള്ള മഹർഷിമാരെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ശാസ്ത്രം നമുക്ക് തന്നിട്ടുണ്ട്. വേദവ്യാസനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ സ്വയമാണ് വേദവ്യാസൻ. വേദങ്ങളെ കൊണ്ട് നമുക്ക് ഒന്നും അറിവ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? നാലാട്ട് വേദത്തിനെ വിഭജിച്ചു കഴിഞ്ഞു. പിന്നെ 4 ദേശത്തെ ആളുകളെ പറഞ്ഞു വിട്ട് പഠിപ്പിക്കാം. പക്ഷെ ആർക്കും ഒന്നും കിട്ടിയില്ല. അതിനെ പിന്നെന്ത് ചെയ്തു? ഉപനിഷത്തുകൾ എഴുതി കഴിഞ്ഞു. ഉപനിഷത്തുകളിൽ നിന്നിട്ടും സാധാരണക്കാരിലേക്ക് ഇത് എത്തുന്നില്ല എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? പുരാണങ്ങൾ നിർമ്മിച്ചു. പുരാണങ്ങൾ രചിച്ചു. പുരാണങ്ങൾ എന്ന് പറഞ്ഞ് കഥയിൽ കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. ആ കഥയിൽ കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ പോലുള്ള കലികാലത്തിലെ മന്ദബുദ്ധിയാണ് നമ്മളെല്ലാവരും. മന്ദബുദ്ധിയ. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ബുദ്ധിയൊന്നും ഇല്ല, എല്ലാം ചെളി നിറച്ചു വെച്ചിരിക്കുക. അതേപോലെ മന്ദഭാഗ്യ, അതേപോലെ ഓർമ്മയും അതേപോലെ തന്നെയല്ലേ. ഒരു സാധനം അവിടോട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം എവിടെയാണെന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു 90% ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഈ കലികാലത്തിന്റെ ഒരു സ്വഭാവ ഗുണമാ. മന്ദബുദ്ധി, മന്ദഭാഗ്യം, മന്ദ ഓർമ്മ എല്ലാം മന്ദവാ. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം എന്താ ചെയ്തത്? പുരാണങ്ങൾ നിർമ്മിച്ചു. ആ പുരാണങ്ങളിൽ കൂടി നിങ്ങൾ അറിവ് നേടും മക്കളെ. നിങ്ങൾ എവിടെ നിന്ന് വന്നു, നിങ്ങളെ ആരുടെ അടുത്ത് നിന്ന് വന്നു, എവിടെ നിന്ന് വന്നു, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് തിരിച്ചു പോകട്ടേത്, അതിനുള്ള മാർഗമാണ് ഈ ജ്ഞാനം. നമ്മൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഭഗവത് സന്നിധിയിൽ നിന്നാണ്, ഭഗവാന്റെ അടുത്ത് നിന്നാണ് വന്നത്. നമുക്ക് തിരിച്ചു പോകേണ്ടത് എങ്ങോട്ടാണ്? തിരിച്ചു പോകേണ്ടത് നമുക്ക് ഭഗവത് സന്നിധിയിലേക്കാണ്. പക്ഷെ നമ്മൾ ഈ ഉഴലുവാണ് ഇവിടെ കിടന്നിട്ട്. ഈ ദുഃഖാലയത്തിൽ കിടന്ന് ഉഴലും. ഇവിടെ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും ചോദിച്ച പോലും നമുക്കിനി ഒരു ജന്മം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 90% ആളുകൾ എന്ത് പറയും? വേണമെന്നേ പറയത്തുള്ളൂ എന്നുള്ളതാ. പണ്ട് ഇന്ദ്രന് ഒരു ശാപം കിട്ടി. ഇന്ദ്രന് ശാപം കിട്ടി കഴിഞ്ഞിട്ട് പന്നിയായിട്ട് പോട്ടെ, ഇന്ദ്രന് കൂടെ കൂടെ ശാപങ്ങൾ കിട്ടാറുണ്ട്. അവന്റെ കയ്യിലിരിപ്പ്, ഇന്ദ്രന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു? പന്നിയായി പോട്ടെ എന്ന് ശാപം കിട്ടി ഭൂമി വന്നിട്ട് പന്നിയായിട്ട് ജീവിക്കുകയാണ്. പിള്ളാരും ഭാര്യയും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുന്ന കട്ടറിലെ വെള്ളത്തിലും, പിന്നെ അവരുടെ ആഹാരം എല്ലാം അങ്ങനെയുള്ളതല്ലേ. എന്നിട്ട് എന്താ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ജീവിച്ചു കഴിഞ്ഞിട്ട് നാരദരി ശാപത്തിന്റെ സമയം കഴിഞ്ഞു. എന്നിട്ട് ഇന്ദ്രൻ ഇന്ദ്രലോകത്തേക്ക് തിരിച്ചു വരുന്നില്ല. നാരദര് വന്നു നോക്കുന്ന സമയത്ത് നാരദര് ഇന്ദ്രനെ കണ്ടു. എങ്ങനെ? വളരെ സന്തോഷവാനായിട്ടാണ് ആളായിരിക്കുന്നത്. എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്ര, നിന്റെ ശാപത്തിന്റെ സമയം കഴിഞ്ഞു. നീ നേരെ ദേവലോകത്ത് വരൂ, നിന്റെ ഇന്ദ്ര സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്, നീ വരൂ എന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജീവിക്കാൻ എന്ന് പറയുന്നത് പോലെയാ നമ്മളും. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം എവിടെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. എല്ലാം സമാധാനം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് എന്ന് വരിക എന്നുള്ളതാ അല്ലെ. അസമാധാനമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ലോകത്തിന്റെ ഈ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ജ്ഞാനം നേടിയതിനു ശേഷം നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള ആ പ്രയാണം നമ്മൾ ആരംഭിക്കുക. അത് മാത്രമല്ല, ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇഹത്തിലും നമുക്ക് എന്താണ്? സുഖം, പരമാനന്ദ സുഖം, പരത്തിലും
പരമാനന്ദ പരലോകത്തും പരമാനന്ദ സുഖം. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം പഠിച്ച് അറിവ് നേടാം. ഈ ദശക 26-ലും ഗജേന്ദ്ര മോഷൻ ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഗജേന്ദ്രന്റെ കൊച്ചുങ്ങൾക്കെല്ലാം കഥ കേൾക്കണമല്ലോ. ആദ്യം അമ്മ കഥ പറയാട്ടോ. എന്നിട്ട് ഗജേന്ദ്ര മോശം. ആ ഗജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആനയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഗജ ഇന്ദ്രന് എന്ന് പറഞ്ഞാല് ഗജങ്ങളുടെ രാജാവ്, ആനയുടെ രാജാവ്. അദ്ദേഹം ഈ ആന ആരാണെന്നൊക്കെയാണ് ആദ്യമേ പറയുന്നത്. ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു പാണ്ഡ്യ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എന്താ മലയപർവ്വതത്തിലുണ്ടല്ലോ ഭഗവാന്റെ പൂജ ചെയ്ത് ഞാൻ ജീവിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആര് വന്നു? അഗസ്ത്യൻ വന്നു. അഗസ്ത്യൻ വന്നിട്ട് അതിഥി സൽക്കാരം മോഹിച്ചിട്ട് അഗസ്ത്യൻ വന്നു. അഗസ്ത്യൻ വന്ന സമയത്തുണ്ടല്ലോ ഇദ്ദേഹമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ധ്യാനത്തിൽ ഭഗവാന്റെ ആ ഹൃദയത്തിൽ ഭഗവാനെ കൊണ്ടുകൊണ്ട് ആ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയമാണ് അഗസ്ത്യൻ മുനി വന്നത്. അഗസ്ത്യ മുനി വന്നതിന് ശേഷം വന്നപ്പോൾ ഇദ്ദേഹം അറിഞ്ഞില്ല, യഥാർത്ഥത്തിൽ അറിഞ്ഞില്ല ഇങ്ങനെ മുനി വരുന്ന കാര്യം. എന്താ ചെയ്യുന്നത്? എന്നെ കണ്ടിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദരിച്ചില്ല, പൂജിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ആനയുടെ പോലെ ഇരിക്കുന്നു, ഇളകാതെ ഇരിക്കുന്നു എന്നെ കണ്ടിട്ട്. അതുകൊണ്ട് നീ ഒരു ആനയായി പോട്ടെ എന്ന് രാജാവിനെ ശപിക്കുക ചെയ്യുന്നത്. പാണ്ഡ്യരാജാവാണ് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന പാണ്ഡ്യരാജാവാണ്. അദ്ദേഹത്തിന് ശാപം കിട്ടുന്നു. ആരിൽ നിന്നാണ്? അഗസ്ത്യമുനിയിൽ നിന്നിട്ട്. ആരിൽ നിന്നാ ശാപം കിട്ടുന്നത്? എല്ലാരും അഗസ്ത്യമുനി നിന്നിട്ട് അഗസ്ത്യമുനിയിൽ നിന്നിട്ട് ശാപം കിട്ടുന്നു. എല്ലാരും ഉറങ്ങിയിട്ടുണ്ടോന്ന് അറിയണ്ടായോ എനിക്ക്? അതിന് ഉറങ്ങിയിട്ടില്ലല്ലോ അല്ലേ? എനിക്ക് സമാധാനമായി കേട്ടോ. അത് നിങ്ങൾ ഉറങ്ങാതിരിക്കാനല്ലേ ഈ ഓരോ ഡോസ് കൂടെ കൂടെ തരുന്നത്. അഗസ്ത്യമുനിയിൽ നിന്നിട്ട് ശാപം കിട്ടി. ശാപം കിട്ടിയതിനു ശേഷം അദ്ദേഹത്തിന്, എന്നിട്ടും അദ്ദേഹം ഈ ശാപം ഒന്നും അറിയുന്നില്ല. എന്താ ശാപം കിട്ടിയത്? ഇളകാതെ നീ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ ഒരു ആനയെ പോലെ ആയിപ്പോട്ടെ എന്നുള്ള ശാപം കൊടുക്കുന്നു. അങ്ങനെ ആനയെ അദ്ദേഹത്തിന്റെ ഭടന്മാർ ഇത് കേട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? രാജാവിനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാജാവിനോട് പറഞ്ഞു, ഇതേപോലെ ശാപം കിട്ടിയിട്ടുണ്ട് അങ്ങേക്ക്. അഗസ്ത്യമുനിയിൽ നിന്നിട്ട് എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഇനി ശാപം കിട്ടിക്കഴിഞ്ഞ അതാ പറഞ്ഞ വീണ ഇത് നാവിൽ നിന്ന് വീണ ഒരു വാക്കുണ്ടല്ലോ നമുക്ക് എടുക്കാൻ പറ്റില്ല. പറയുന്നുണ്ട് കോപം കൊണ്ട് ശപിക്കരുതാരും എന്ന് പറയുന്നില്ലേ? പക്ഷെ ഇവിടെ ശാപം കിട്ടിക്കഴിഞ്ഞു. ശാപം കിട്ടിക്കഴിഞ്ഞിട്ട് എന്റെ ശാപമോക്ഷം കിട്ടണമല്ലോ. ഭഗവാന്റെ തന്നെ ഒരു കളിയാണിത്. ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഭക്തനാണ്. അന്നേരം ആ പ്രിയപ്പെട്ട ഭക്തനാണെന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു കുറച്ചൊരു ദുഃഖം കൊടുത്തിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയായി ഭഗവാൻ ഈ കാണിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ആ ജന്മം കഴിഞ്ഞു. ആ ഇന്ദ്രദ്യുമ്ന രാജാവ് ഉടനെ തന്നെ ആനയായി മാറുക ചെയ്യുന്നത്. ആനയായി മാറിയതിനു ശേഷം ആണെന്നുണ്ടെങ്കിൽ മലയാപർവ്വതത്തിലും എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഗജേന്ദ്രനെ ആനകളുടെ രാജാവായിട്ട് എന്ത് ചെയ്തു? പിടിയാനകളോടൊപ്പം മതം പൊറ്റും മതരസം ആസ്വദിച്ചും കുട്ടികളുമായിട്ടും നല്ല സുഖമായിട്ട് നല്ല ഇതായിട്ട് ജീവിക്കുകയാണ് മലയാപർവ്വതത്തില്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ആനകൾക്കെല്ലാം വെള്ളം വെള്ളം ദാഹിച്ചപ്പോ അവര് പൊയ്ക തേടിയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ നല്ലൊരു പൊയ്ക കണ്ടു. ആ പൊയ്കയിലാണെന്നുണ്ടെങ്കിൽ ഒരു കുളം. ആ കുളം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുളത്തിൽ ഇറങ്ങിയിട്ട് ഈ ആനകളെല്ലാം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തേവിയും ഭയങ്കരമായിട്ട് അവർ കളിച്ച് രസിച്ചു എന്നുള്ളതാ. ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ചു. വെള്ളം എല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര രസത്തിൽ എന്ത് ചെയ്തു? പിടിയാനകളെല്ലാം വെളിയിൽ ഇറങ്ങി പൊയ്കയുടെ വെളിയിൽ വന്നു. പിന്നെ കുട്ടിയാനകളും എല്ലാരും വന്നു. പിന്നെ ഇയാള് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗജേന്ദ്രനല്ലേ, രാജാവല്ലേ. അന്നേരം എല്ലാരെയും കയറ്റി, പ്രജകളെ എല്ലാം കയറ്റിയതിനു ശേഷം രാജാവ് കയറാൻ തുടങ്ങുന്ന സമയത്ത് കാലിൽ എന്തോ പിടിച്ചിരിക്കുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കാലിട്ട് ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാല് വരുന്നില്ല. കാല് വരാതിരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെ വലിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഒരു നക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതല കാലി പിടിച്ചിരിക്കുകയാണ്. ആ മുതല കാലി പിടിച്ചിട്ടാണ് അങ്ങോട്ട് വലിക്കുന്നത്. ഇങ്ങോട്ട് വലിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പിടിയാനകളും ആനകളും എല്ലാം കൂടെ വന്നിട്ട് ഈ ഗജേന്ദ്രനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ അവര് കരയിൽ നിന്നിട്ട് തുമ്പിക്കൈയിലൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് ശ്രമിച്ചു പിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ ചെയ്യുന്നത്? മുതലേ അങ്ങോട്ട് പിടിച്ചങ്ങ് വലിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇവര് കുറെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കുറെ ശ്രമിച്ചു കഴിഞ്ഞപ്പം പറ്റില്ല കണ്ടപ്പോ എന്ത് ചെയ്തു? അവര് വിട്ടു. ഗജേന്ദ്രനെ ഉപേക്ഷിച്ചിട്ട് അവരവരുടെ പാട്ടിന് പോയി. ഒന്നാലോചിച്ച് നോക്കിക്കോളൂ. ഇത്രയും കാലമായി ഏത് ഗജേന്ദ്രനാണ് ഈ ആനകളെ എല്ലാം
അത് അവരുടെ എല്ലാവിധ ഇഷ്ടങ്ങൾക്കും എല്ലാവിധ ആഗ്രഹങ്ങൾക്കും കൂട്ടുനിന്നു അവസാനം ഉപേക്ഷിച്ചു. നോക്കുപോലും അതേപോലെ അല്ലേ മനുഷ്യന്റെ കാര്യങ്ങളും. മനുഷ്യരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റേതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മള് അതെന്നുണ്ടെങ്കിൽ പൊത്തിപ്പൊരുക്കി എല്ലാം കൊണ്ടു കിടക്കുന്നു. പക്ഷെ അവസാന സമയത്ത് നോക്ക്, നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് പട്ടടയിൽ എന്തേ ഉള്ളൂ? നമ്മുടെ ശരീരം പോലും ഇല്ല. നമ്മൾ ഇത്രയും പരിപോഷിപ്പിക്കുന്ന ആ ശരീരം പോലും നമ്മുടെ കൂടെ വരില്ല എന്നുള്ളതാ. പഞ്ചഭൂതത്തിലാണ് ഈ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ആ പഞ്ചഭൂതത്തിൽ തന്നെ അതിനെ വിടുന്നു എന്നുള്ളതാ. ആദ്യം എന്താ ചെയ്യുന്നത്? ഭൂമി കിടത്തുന്നു, എന്നിട്ട് ജലത്തിൽ കുളിപ്പിക്കുന്നു, എന്നിട്ട് പിന്നെ അഗ്നിയിൽ വെക്കുന്നു, അഗ്നിയിൽ നിന്നിട്ട് വായുവായിട്ട് പോകുന്നു, പിന്നെ അത് ആകാശത്തേക്ക് വലിക്കുന്നു. അതായത് നമ്മൾ ഈ പരിപോഷിപ്പിക്കുന്ന ഈ ശരീരം പോലും നമ്മുടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തോന്നാ പിന്നെ പറയേണ്ട ആവശ്യം എന്തോ വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ കൂടെ വരാൻ ഒരേ സാധനമേ ഉള്ളൂ, ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? നമ്മൾ ചെയ്ത പുണ്യപ്രവർത്തികൾ. നമ്മുടെ കർമ്മങ്ങൾക്കൊപ്പം നമ്മൾ പുണ്യപ്രവർത്തികളും ചെയ്യണം. ആ പുണ്യപ്രവർത്തികളിൽ കൂടി മാത്രമേ നമുക്കാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ഈ ഒരു സാധനമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കൂ. നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? എന്നിട്ട് ഈ ഗജേന്ദ്രനെ വിട്ടിട്ട് എന്ത് എല്ലാ ആനകളും പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ എന്താ മുതലേം ആനയും കൂടി ഇങ്ങനെയുള്ള ഇതില് ആന അവസാനം ക്ഷീണിച്ചു, ഗജേന്ദ്രൻ ക്ഷീണിച്ചിട്ട് ആയിരക്കണക്കിന് സംവത്സരമാണ് ഇങ്ങനെ പിടിവലി നടക്കുന്നത് എന്നുള്ളതാ. എന്താ നിങ്ങൾ അന്നേരം വിചാരിക്കും, ഓ ഞങ്ങൾക്ക് 100 വയസ്സ് വരുള്ളൂ, ഈ മാതാജി എന്ത് പറയുന്ന 1000? അല്ല, സത്യയുഗത്തിൽ 1,00,000 വർഷമായിരുന്നു ആയുസ്. അത് ത്രേതായുഗത്തിൽ വന്നപ്പം 10,000 വർഷമായി, പിന്നെ ദ്വാപരയുഗത്തിൽ വന്നപ്പം 1000 വർഷമായി, കലിയുഗത്തിൽ വന്നപ്പം 100 വർഷമായി. ഓർത്തോണം നിങ്ങളെ. അങ്ങനെ 1000 വർഷക്കാലം അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ആനയും മുതലയും കൂടെ ഉള്ള പിടിവലി. അവസാനം ഗജേന്ദ്രൻ വിചാരിച്ചു, പോക്ക, ഞാൻ എന്റെ കാര്യം കട്ടപ്പോക. പക്ഷെ എന്താ, പൂർവജന്മ സ്മൃതി ഉണ്ടായിരുന്നു. മനസ്സിലായി പറഞ്ഞേ? ആ ഇന്ദ്രദുമ്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭക്തനല്ലായിരുന്നു. ആ ഇന്ദ്രദുമ്ന മഹാരാജാവിലെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആനയായിട്ട് ശാപം കിട്ടിയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ആ പൂർവജന്മ സ്മൃതി ഉണ്ടായത് കൊണ്ട് എന്തു പറ്റി? ഭഗവാന്റെ നാമം ഉടനെ സ്മൃതിയിൽ വന്നു, ഓർമ്മയിൽ വന്നപ്പോ ഭഗവാനെ എനിക്ക് രക്ഷിക്കാനുള്ളൂ, വേറെ ആരും എന്നെ രക്ഷിക്കാനില്ല എന്നുള്ള ആ രീതിയിൽ എന്ത് ചെയ്തു? ആ പൊയ്കയിൽ ഒരു താമരപ്പൂ ഉണ്ടായിരുന്നു. ആ താമരപ്പൂ പറിച്ചിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ ചുഴറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ആ പൂവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുഴറ്റി എറിയുന്നു. ഈ പൂവ് ആദ്യം ബ്രഹ്മലോകത്ത് ചെല്ലുന്നു. പക്ഷെ ആ ബ്രഹ്മാവ് പറഞ്ഞു, ഇത് എന്റെ അല്ല. പിന്നെ കൈലാസത്ത് പോകുന്നു. കൈലാസനാഥനും പറഞ്ഞു, ഇതെന്റെ പൂവല്ല. അവസാനം വിഷ്ണുലോകത്ത് പോകുന്നു, വൈകുണ്ഠത്ത് പോകുന്നു. ഭഗവാന്റെ തൃപ്പാദത്തിൽ ആ താമരപ്പൂവ് ഹേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്നുള്ള ആ നാമവും ഈ പൂവിന്റെ കൂടെ അവിടെ എത്തുന്നു. ഭഗവാൻ പറയുന്നു, എന്റെ ഭക്തൻ എന്നെ വിളിക്കുന്നു, കണ്ടില്ലേ, എന്നെ വിളിക്കുന്നു. എടുപ്പാണെന്നുണ്ടെങ്കിൽ ഗരുഡനെ വിളിച്ചു. ഗരുഡനെ വന്നു ഭഗവാൻ. എന്നിട്ട് ഗരുഡന്റെ സ്പീഡ് പോലും ഭഗവാന് കുറവ് തോന്നുന്നു. അന്നേരം ഗരുഡനോട് പറയൂ, വേഗം പോകൂ, എന്റെ ഭക്തൻ അവിടെ ഭയങ്കര അപകടത്തിലാണ്, ആ ഭക്തനെ എനിക്ക് എളുപ്പം രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഗരുഡന്റെ സ്പീഡ് പോലും കുറവാണെന്ന് തോന്നിയിട്ട് അത്രയ്ക്ക് ഗരുഡനോട് പോലും ആജ്ഞാപിച്ചിട്ട് അത്ര സ്പീഡിൽ ഗജേന്ദ്രന്റെ അവിടെ വരുന്നു. ആ പൊയ്കയുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു? നക്രത്തിനെ മുതലേ തന്റെ ചക്രം എഴുന്നേറ്റ് അതിനെ ആദ്യം കൊല്ലുന്നു. പക്ഷെ അത് ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവന് ഇതേപോലെ ശാപം കിട്ടിയിട്ട് എന്താ നക്രമായിട്ട് മുതലയായിട്ട് അവിടെ വന്നതായിരുന്നു. ആദ്യം ഗന്ധർവന് ശാപമോശം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഗജേന്ദ്രനെ അതേ രൂപത്തിൽ തന്നെ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഗരുഡന്റെ പുറത്ത് വെച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും, ഇപ്പൊ ഈ ആന എങ്ങനെയാ ഗരുഡന്റെ പുറത്ത്? നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഗരുഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പക്ഷിയാന്നൊക്കെ അല്ലേ വിചാരിക്കുന്നത്, ഇല്ലേ? ഒരു കഥയുണ്ട്. ഒരു കഥ എങ്ങനെയാണോ, നാരദരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരദർക്ക് എല്ലാ ലോകത്തും സഞ്ചരിക്കാമല്ലോ. അതായത് നാരദര് ഭൂമി വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു ഭക്തനുണ്ട്, ബ്രാഹ്മണനും കൂടിയ ആ ഭക്തരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭഗവാനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതാ. ഭഗവാന്റെ കാര്യങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുന്നതാ. ശരി. അന്നേരം ഈ നാരദരോട് പറഞ്ഞു, നാരദരെ ഭഗവാനോട് ചോദിക്കണേ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തോടുകൂടി മോശമല്ലേ?
എനിക്ക് എന്നാ മോശം കിട്ടുന്നതെന്ന് ഒന്ന് ചോദിക്കണേന്ന് നാരദരോട് പറഞ്ഞു. ശരി ശരി, ഞാൻ ഭഗവാനോട് ചോദിക്കാമെന്ന് പറയുന്നു. പിന്നെ കുറച്ച് മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു ചെരുപ്പ് കുത്തി ഇരിക്കുന്നു. അന്നേരം ആ ചെരുപ്പ് കുത്തിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ പ്രവർത്തികൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കൃഷ്ണ മുരാരേ കൃഷ്ണ മുരാരേ കൃഷ്ണ മുരാരേ ഗോവിന്ദ മുരാരേ ഗോവിന്ദ മുരാരേ എന്നുള്ള ആ ഒരു നാമമാണ്. അവന്റെ കർമ്മങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന്റെ വായിൽ നിന്ന് എപ്പോഴും എങ്ങനെയാ, മുകുന്ദന്റെ കഥകളാണ് വരുന്നത്, മുരാരിയുടെ കഥകൾ, മുരാരിയുടെ നാമമാണ് വരുന്നത്. അത് അദ്ദേഹവും പറഞ്ഞു, ചെരുപ്പൂത്തി പറഞ്ഞു, ഈ നാരദരെ അങ്ങ് ചോദിക്കണം, എനിക്ക് എന്നത്തേക്കാണ് മോശം കിട്ടുന്നതെന്ന്. ഓക്കെ, നാരദർ എന്ത് ചെയ്തു, നേരെ വൈകുണ്ഠത്ത് ചെയ്യുന്നു. വൈകുണ്ഠം ചെന്നിട്ട് പറഞ്ഞു, ഇതേപോലെ ഭഗവാനെ 2 പേരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു. ആദ്യം ബ്രാഹ്മണൻ എന്നോട് ചോദിച്ചു എപ്പോഴാണ് തനിക്ക് മോശം കിട്ടുന്നതെന്നുള്ളത്. പറഞ്ഞു, അവൻ ഈ ജന്മം മോശം കിട്ടാനേ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. ഇനിയും ജന്മങ്ങൾ അവൻ എടുക്കേണ്ടി വരും മോശം കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് പിന്നെ ചെരുപ്പൂത്തിയുടെ കാര്യം ചോദിച്ചു. അവൻ ഈ ജന്മം തന്നെ മോശം കിട്ടുമെന്ന് പറഞ്ഞു. അത് എന്തേ ഭഗവാനെ ഇങ്ങനെ? ഈ ബ്രാഹ്മണനാണ്, ഈ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. അത് മാത്രമല്ല, എന്താണ് എപ്പോഴും ഭഗവാനെ അങ്ങയുടെ നാമത്തിൽ തന്നെ മുഴുകിയിട്ടാണല്ലോ ഇരിക്കുന്നത്. അന്നേരം ഈ ജന്മം എന്താണ് മോശമില്ലാത്ത? അത് നാരദർക്കാണെന്നുണ്ടെങ്കിൽ വഴിയാലെ മനസ്സിലാവൂ പറഞ്ഞു. എന്നിട്ട് ഈ ചെരുപ്പൂത്തിയുടെ കാര്യം നാരദർ ഇങ്ങനെ പറഞ്ഞു, അതും വഴിയാലെ മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നേരെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണന്റെ അടുത്ത് നാരദര് വരുന്നു. നാരദര് എന്താണ് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. നാരദര്, ഭഗവാൻ എന്താ ചെയ്യുന്നത്? അതാണെന്നുണ്ടെങ്കിൽ ഒരു സൂചി കൂടെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആനെ കയറ്റി വിടുന്നു ഭഗവാനെ. സൂചിയുടെ ആ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൽ കൂടി ആനയെ കടത്തി വിടുന്നു എന്ന് പറയും. ആ ബ്രാഹ്മണൻ അങ്ങ് പൊട്ടിച്ചിരിക്കുക ചെയ്യുന്നേ. സൂര്യയുടെ ഹോളിൽ കൂടെ എങ്ങനെയാ ആനയെ കടത്തി വിടാൻ പറ്റുന്നത്? നാരദര് വെറുതെ പറയും, ഇതൊന്നും ശരിയാവത്തില്ല, ഇതൊന്നും കള്ളമാ പറയുന്നതെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നാരദര് പറഞ്ഞു, നിനക്ക് ഈ ജന്മം മോശം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാരദര് എന്ത് ചെയ്തു, ചെരുപ്പൂത്തിയുടെ അവിടെ പോയി. ചെരുപ്പൂത്തി ചോദിച്ചു, ഭഗവാൻ എങ്ങനെയാ, ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? അന്നേരം പറഞ്ഞു, ഇതേപോലെ പറഞ്ഞു, സൂര്യയുടെ ആ ഹോളുണ്ടല്ലോ, നമ്മൾ നൂല് കൊരുക്കത്തില്ലേ അവിടെ, അതിലേക്കൂടെ ആനയെ കടത്തി വിടുന്നു എന്ന് പറയും. അന്നേരം ഈ ചെരുപ്പൂത്തി ചിരിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ എന്താ ചെയ്യാൻ പറ്റാത്തത്? ഈ അരയാലിന്റെ കീഴ്ത്താണ് അയാൾ ഇരിക്കുന്നത്. അന്നേരം ഈ അരയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, ചെറിയൊരു ബീജം, അതിന്റെ അരി കണ്ടു കഴിഞ്ഞാൽ കടുകുമണിയുടെ പൂവുള്ള അത്രയ്ക്കും ചെറുതായിട്ടുള്ള അരി. ഈ ചെറിയ അരിയിൽ നിന്ന് ഇത്രയും വലിയ അരയാല് ഭഗവാന് സൃഷ്ടിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയാണോ, അതോ എത്രയോ വർഷക്കാലം ഒരു അരയാൽ അവിടെ നിൽക്കുന്നത്? അത് മാത്രമാണോ? എപ്പോഴും ഓക്സിജന് ലോകരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ ആ സൃഷ്ടി തന്നെ എന്നുള്ളത്. ഓക്സിജൻ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ചെറിയ കടുകുമണി പോലുള്ള അരിയിൽ നിന്നിട്ട് ഇത്രയും വലിയ അരയാല് ഭഗവാനെ സൃഷ്ടിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ എന്താ പറ്റാത്ത? ആ ഹോളിൽ കൂടെ പിന്നെ എന്തുകൊണ്ട് ഭഗവാൻ ആനയെ കടത്തി വിട്ടുകൂടാ? മനസ്സിലായി പറഞ്ഞേ? അങ്ങനെ ആ നാരദരോടും ഭഗവാൻ പറഞ്ഞില്ലയോ, നിനക്ക് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞില്ലേ? അതാ ആ ബ്രാഹ്മണനോ ആദ്യം എന്താ ചെയ്തത്? ഭഗവാനിൽ അവന് പൂർണ്ണ വിശ്വാസം ഇല്ല. അവൻ വെറുതെ ദിഗാവട്ട് കാണിക്കുവാണ് ആൾക്കാരെ, ഞാൻ ഭക്തനാണ്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകമേ ഭഗവാനിൽ നിന്ന് പറഞ്ഞതാണ്, ഭഗവാനാണ് എല്ലാം, സർവവും ഭഗവാനാണെന്നുള്ള ആ ഒരു ചിന്തയില്ലാതെ അവൻ പൊട്ടിച്ചിരിച്ചു എന്നുള്ളതാ. ഭഗവാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ചെരുപ്പൂത്തി എന്താ ചെയ്തത്? ഭഗവാനിലുള്ള ആ പൂർണ്ണ വിശ്വാസം ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു ആലിന്റെ കാര്യം. അങ്ങനെയുള്ള ഭഗവാനാണോ ഇത് ചെയ്യാൻ പറ്റാത്തത്? ഈ ലോകമീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇതാണ്. ആ ഭഗവാനെ ഈ സൃഷ്ടികളെ എല്ലാം സൃഷ്ടിക്കുന്നു. ഓരോ സൃഷ്ടികൾക്കും എത്ര ആവശ്യമുള്ള ഓരോരോ കാര്യങ്ങളും. ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോഴൊന്നും അവിടെ സ്തനത്തിൽ പാലില്ല. പക്ഷെ ആ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ സ്തനത്തിൽ പാല് വരുന്നു. അതോ എത്ര വിറ്റാമിൻ വേണോ, എത്ര ചൂട് വേണോ, ആ കുട്ടിക്ക് അതേപോലെ തന്നെ അവിടെ സ്ഥലങ്ങളിൽ നിന്നിട്ട് പാല് വരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂലോ. അങ്ങനെയുള്ള ആ ഭഗവാനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റാത്തത് എന്നുള്ള ആ രീതി. അതിനെന്താണ് നമ്മൾ പറയുന്നത്? കല്യാൺ ജൂലിയസുകാർ പറയുന്ന വിശ്വാസം, അതാണ് പൂർണ്ണം. മനസ്സിലായി പറഞ്ഞു? ഏത് കാര്യത്തിലായി കഴിഞ്ഞാലും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം വേണം. ഭഗവാനെ നമ്മൾ വിളിക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഭഗവാനെ പൂർണ്ണ വിശ്വാസം ഇല്ലെന്ന് വെറുതെ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ കാട്ടിക്കൂട്ടിയൊരു കാര്യമില്ല. പൂർണ്ണമായിട്ടുള്ള ആ വിശ്വാസം വേണം. ആ ഭഗവാന്റെ തൃപ്പാദം ഞങ്ങള് ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ ഭഗവാൻ കൈവിടിയില്ല.
പല പല നമുക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ അതിജീവിക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൊയ്കയില് ഭഗവാൻ വന്നിട്ട് ആ മുതലെ ചക്രം വെച്ചിട്ട് എറിഞ്ഞ് അതിനെ ഗൗ എന്ന് പറയുന്ന ഗന്ധർവന് ശവമോശം കൊടുക്കുന്നു. അവസാനം ഗജേന്ദ്രനെ എവിടെയാണ് കൊണ്ടുപോവുക? നേരെ ഭഗവാന് വൈകുണ്ഠത്ത്. വൈകുണ്ഠപ്രാപ്തിയാണ് ആ ഗജേന്ദ്രന് കിട്ടിയെന്നുള്ളതാ. ഗജേന്ദ്രന് പോലും മോശം കൊടുത്ത, ഒരു ആനയ്ക്ക് പോലും മോശം കൊടുത്ത ആ ഒരു ഭഗവാനാണോ നമ്മളെ കൈവടിയുമോ? ഇല്ല, ഒരിക്കലും നമ്മളെ കൈവടിയില്ല. ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ദശക 26 ഗജേന്ദ്രമോക്ഷം. എല്ലാരും ഉണർന്നിരിക്കുവാണല്ലോ. ഹരിഗോ. അതെ, എല്ലാരും ഉണർന്നിരിക്കുക. ഇന്ദ്രപ്തുഗ്നു പാണ്ഡ്യഖണ്ഡാതിരാജ ത്വൽഭക്താത്മാ ചന്ദനാത്രോ കദാചിത് ത്വൽസേവായ മഗ്നധീരാലുലോകേ നൈവാഗസ്തം പ്രാപ്തമാദിത്യകാമ. ഇന്ദ്രപ്തുഗ്നു പാണ്ഡ്യഖണ്ഡാതിരാജ ത്വൽഭക്താത്മാ ചന്ദനാദ്രോ കദാചിത് ത്വൽസേവായ മഗ്നധീരാലുലോകേ നൈവാഗസ്തം പ്രാപ്തമാദിത്യകാമ. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാതിരാജഃ ത്വൽഭക്താത്മാ ചന്ദനാത്രോ കദാചിത് ത്വൽസേവായ മഗ്നധീരാലുലോകേ നൈവാഗസ്തം പ്രാപ്ത ആദിത്യകാമ. ഇന്ദ്രദ്യുമ്നു പാണ്ഡ്യഖണ്ഡാതിരാജഃ ത്വൽഭക്താത്മാ ചന്ദനാദ്രോ കദാചിത് ത്വൽസേവായ മഗ്നധീരാലുലോകേ നൈവാഗസ്തം പ്രാപ്തം ആദിത്യ കാമം. വായിക്കാൻ പറ്റൂ? ഹരേ കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാതിരാജഃ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവയാമഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഹരേ കൃഷ്ണ. ഹരിബോ. ഹരേ കൃഷ്ണ. വരിക തൊൽസേവായാമേ. അന്നേരം തൊൽസേവയാൻ പറഞ്ഞപ്പോ ടൂണ് പോയതുണ്ടോ? തൊൽസേവായ മഗ്നധീരാലുലോകേ നൈവാഗസ്തം പ്രാപ്ത ആദിത്യ കാമം. ഓക്കെ, അടുത്ത ആള് വായിക്കൂ. നമോ ഭഗവതി വാസുദേവായ. ഇന്ദ്രദുഗ്ന പാണ്ഡ്യഖണ്ഡാതിരാജ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വൽസേവായാമഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. വേറൊരാള്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ദ്രദുഗ്ന പാണ്ഡ്യഖണ്ഡാതിരാജ സ്വൽഭക്താത്മാ ചന്ദനാദ്രോ കദാചിൽ തത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഹരേ കൃഷ്ണ. തൽസേവായ അല്ല, ത്വത്സേവ എന്ന് പറഞ്ഞ അങ്ങയുടെ സേവ. മനസ്സിലായോ? ത്വത്സേവ, അങ്ങയുടെ. തായല്ല, തസേവ അല്ല, ത്വത്സേവ. നമ്മള് വായിക്കുമ്പോഴേ ഉണ്ടല്ലോ, അത് കറക്റ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് വന്നു, മീനിങ് ഉൾട്ടയായി പോകും, ഓപ്പോസിറ്റ് ആയി പോകും. ഓക്കെ, നല്ലതായിട്ട് വായിച്ചു കേട്ടോ. വെരി ഗുഡ്. ഇനി ഒരാളോട് വായിക്കൂ. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാതിരാജ ത്വത്ഭക്താത്മാ ചന്ദ്രാനൗദ്ര കദാചിത് ത്വത്സേവയാ മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഹരിബോ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാതിരാജ. പാണ്ഡ്യരാജാവാണ് ഇന്ദ്രദ്യുമ്ന്. മനസ്സിലായോ? ത്വൽസ് ഭക്താത്മാ ചന്ദനാത്രോ കദാചിത്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഒരിക്കല് അങ്ങയുടെ സേവയ്ക്ക് വേണ്ടിയിട്ട് എവിടെ പോയി? മലയ പർവ്വതത്തില് ഭഗവാന്റെ സേവ ചെയ്യാണ്. ത്വൽ ഭക്താത്മാ ചന്ദനാത്രോ കദാചിത് ത്വൽസേവായ മഗ്നധീരാലുലോകേ നൈവാഗസ്തം പ്രാപ്ത ആദിത്യകാമ. ആദിത്യകാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിഥി സൽക്കാരം മോഹിച്ചിട്ട് അവിടെ ആരാ വന്നിരിക്കുന്നത്? അഗസ്ത്യൻ വന്നിരിക്കുന്നു. അതിഥി സൽക്കാരം മോഹിച്ചിട്ട് അഗസ്ത്യ മഹർഷി വന്നെത്തിയ കഥ അദ്ദേഹം അറിഞ്ഞു ഇല്ല. എന്തുകൊണ്ട് അറിയാതെ പോയത്? ത്വൽഭക്താത്മാ ചന്ദനാദ്രോ കദാചിത്. മലയപർവ്വതത്തിൽ എന്താ ചെയ്യുന്നേ? ഭഗവാന്റെ പൂജയും മുഴുകിയിരിക്കുമായിരുന്നു.
ആ പൂജയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അതിഥി സൽക്കാരം മോഹിച്ചിട്ട് അവിടെ ആരാണ് വന്നത്? അഗസ്ത്യൻ വന്നു. അഗസ്ത്യൻ വന്നത് അദ്ദേഹം അറിഞ്ഞില്ല. അറിയാത്തതിന്റെ കുഴപ്പം ഇവിടെ സംഭവിക്കുന്നു. ഇനി അടുത്തത് കുംഭോത്ഭൂതി സംഹൃതാം ക്രോധഭാര സ്തപ്താത്മാത്തങ്കസ്തിഭൂയം ഭജേതി ശബ്ദദൈന്യം പ്രത്യേക ശോഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. കുംഭോത്ഭൂതി സംഹൃത ക്രോധഭാരഃ സ്തപ്താത്മാത്തങ്കസ്തിഭൂയം ഭജേതി ശബ്ദദൈന്യം പ്രത്യേക ശോഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംഹൃത ക്രോധഭാരഃ സ്തപ്താത്മാത്തമസ്തിഭൂയം ഭജേതി ശബ്ദാദൈന്യം പ്രത്യേക ശോഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംഹൃത ക്രോധഭാരഃ സത്താത്മാത്തം ഹസ്തിഭൂയം ഭജേതി ശബ്ദാദൈന്യം പ്രത്യേകാചോഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംഹൃത ക്രോധഭാരഃ സപ്താത്മാത്തം ഹസ്തിഭൂയം ഭജേതി ശബ്ദാദൈന്യം പ്രത്യേകാചോഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. വായിക്കാൻ പറ്റൂ? വായിച്ചോളൂ. പൂയം ഭജേതി ശബ്ദാത്തൈനം പ്രത്യഗ ശോഭിലേഭേ ഹസ്തേന്ദ്രത്വം സ്മൃതി വ്യക്തിധന്യം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. കുംഭോദ്ഭൂതി സംഹൃത ക്രോധഭാര സപ്താത്മത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദദൈന്യം പ്രത്യഗസോ അപി ലഭ്യേ ഹസ്തീന്ദ്രത്വം തുൽസ്മൃതി വ്യക്തിധന്യം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നീ ഒരാളോട് വായിക്കൂ. ഒരു പ്രഭുജി വായിക്കൂ. പ്രഭുജിമാര് വായിക്കൂ. ഹരേ കൃഷ്ണ. കുംഭോത്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാസ്ത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദാദൈന്യം പ്രത്യഗാസോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വൽസ്മൃതി വ്യക്തിധന്യം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. സുനിലില്ലേ ഇന്ന്? ഹരേ കൃഷ്ണ. വായിക്കാത്ത ഒരാളോടൊന്ന് വായിച്ചേ, മാതാജിമാരായാലും. ഹരിബോൾ. വായിക്കൂ. വായിക്കാത്ത ആൾക്കാരൊന്ന് വായിക്കൂ. കുംഭോത്ഭൂതി സംവൃത ക്രോധകാര സപ്തദാത്മത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദദൈനം പ്രത്യുകാൽസോഭിലേഭേ ഹസ്തീന്ദ്രത്വം തൽസ്മൃതി വ്യക്തിധന്യം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. എന്നിട്ട് എന്താ ഇത്? കുംഭോത്ഭൂതി സംഭൃത ക്രോധഭാര. ക്രോധത്തില് എന്തായി? കുംഭോദ്ഭവൻ എന്ത് ചെയ്തു? കുംഭോദ്ഭവൻ എന്ന് പറഞ്ഞ അഗസ്ത്യൻ സ്തപ്താത്മാർത്ഥം ഹസ്തിഭൂയം ഭജേതി. നീ ഇങ്ങനെ ആനെ പോലാണെന്നുണ്ടെങ്കിൽ ഇളകാതിരിക്കുമല്ലേ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, സ്തപ്തമായിട്ടിരിക്കുന്ന നീ ഒരു ഹസ്തി ആയി പോട്ടെ എന്നുള്ള ശാപം കൊടുക്കുന്നു. സ്തപ്താത്മാർത്ഥം ഹസ്തിഭൂയം ഭജേതി ശബ്ദാദൈന്യം പ്രത്യേകാചോഭിലേവ. ഈ ശാപം കിട്ടിയിട്ടും അതെന്നുണ്ടെങ്കിൽ ഇന്ദ്രദ്യുമ്നന് യാതൊരുവിധ ഭയമോ അല്ലെങ്കിൽ യാതൊരുവിധ സങ്കടമോ ഉണ്ടായില്ല എന്നുള്ളതാ. എന്തുകൊണ്ട്? അതാ പറയുന്നത്, ഭഗവത് ഭക്തന്മാർക്കുണ്ടല്ലോ ശാപമായി കഴിഞ്ഞ് ശാപവും അവർക്കൊരു അനുഗ്രഹമാണ്. ഈ ഇത് ഇന്ദ്രദ്യുമ്ന മഹാരാജന് നോക്കി അവസാന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ശാപം കൊണ്ടല്ലേ ആനയായി പോയി. ആനയായതിനു ശേഷം ഭഗവാൻ സ്വയമല്ലേ വന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുപോലും.
അല്ലാന്നുണ്ടെങ്കിൽ സാധാരണയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ കാലം തപസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എത്രയോ കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്ന നാരദർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നാരദർക്കാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ദർശനം കൊടുത്തില്ല എന്നുള്ളത്. ബാലകനായിട്ടുള്ള നാരദര് എത്രയോ വർഷക്കാലം തന്റെ ജീവിതം മുഴുവനും തപസ് ചെയ്തണെങ്കിൽ ഭഗവാന് ദർശനം കൊടുത്തില്ല. പക്ഷെ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഒരു വെളിച്ചം പോലും ഒന്ന് കാണിച്ചിട്ട് അത് മാറിയിട്ട് അശരീരിയാണ് കൊടുത്തത്. ഈ ജന്മം നിനക്ക് തന്നെ പ്രാപിക്കാൻ പറ്റില്ല, അടുത്ത ജന്മം നീ എന്റെ ഏറ്റവും വലിയ ഭക്തനായി മാറുമെന്നുള്ള ആ ഒരു അനുഗ്രഹം കൊടുത്തെന്നുള്ളതാ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഗജേന്ദ്രനായിട്ട് മാറുക ചെയ്യുന്നത് ഈ ഇന്ദ്രദുപ്ന മഹാരാജ്. പക്ഷെ ആ ഭഗവാൻ സ്വയം വരുന്നു. അന്നേരം ഈ ശാപവും ഒരനുഗ്രഹമായിട്ട് അവിടെ മാറുന്നു. അതുകൊണ്ട് അതല്ല ഇപ്പം പറയുന്നത്. കുംഭോത്പൂതിയാണെന്നുണ്ടെങ്കിൽ അഗസ്ത്യന് ക്രോധത്താൽ വന്നിട്ട് എന്ത് ചെയ്തു? കസ്തിയായി പോട്ടെ, ആനയായി പോട്ടെ എന്നുള്ള ഇത് കൊടുത്തു, ശാപം കൊടുത്തു. ശാപം കൊടുത്തണെങ്കിൽ ശബ്ദാധന്യം പ്രത്യേക ചോവിലേവേ. ഇതും എന്തൊക്കെ ശാപം കിട്ടിയിട്ടും യാതൊരു വിധ ഇളക്കം ഉണ്ടായില്ല. ഇത് ഒരു ഭഗവാന്റെ ഒരു ലീലയായിരിക്കും എന്നുള്ള ആ രീതിയിൽ ഒരു വിധ പ്രശ്നവും ഇല്ലാതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ശാപത്തെയും ഒരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കുന്നു. വ്യക്തി തന്നെ ഹസ്തീന്ദ്രത്വം ദേവി. അങ്ങനെ ആ രാജാവിന്റെ ഭഗവസ്മരണ ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്മരണയില് രാജാവ് എന്താ ചെയ്യിക്കുന്നത്? ഒരു ഗജരൂപം കിട്ടിയിട്ടും ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടി എന്നുള്ളതാണ്. അതാണ് ഭക്തന്മാർക്ക് നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു സംഭവം കണ്ടായിരുന്നു. ആർക്കാണ്? ചിത്രകേതുവിന് ശാപം കിട്ടിയില്ലേ? ഉമ ശപിച്ചു, പാർവതി ദേവി ശപിച്ചിടയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ചിത്രകേതുവിന് യാതൊരു ഇളക്കം ഉണ്ടായില്ല. അതേപോലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരദരെയാണെന്നുണ്ടെങ്കിൽ ആരാ ശപിച്ചത്? പ്രജേതസ്സുകളുടെ അച്ഛന് അധികം ശപിച്ചില്ലേ? പക്ഷെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇളക്കം വന്നോ? ഇല്ല. അതേപോലെ ഭക്തന്മാർക്കാണെന്നുണ്ടെങ്കിൽ എത്ര ശാപം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്കതൊരു അനുഗ്രഹമാണെന്നുള്ള രീതിയിൽ അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് കസ്തിയായിട്ട് ആനയായിട്ടാണെന്നുണ്ടെങ്കിൽ ശാപം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഭഗവാന്റെ ഇച്ഛയാണിത്, ആ ഭഗവാന്റെ ലീലയാണിത്. അതുകൊണ്ട് എനിക്ക് ഈ ഗജേന്ദ്രന്റെ രൂപം എനിക്ക് സ്വീകാര്യമാണെന്ന് പറഞ്ഞ് ഗജേന്ദ്ര രൂപത്തിൽ തന്നെ അദ്ദേഹം വളരെ ആനന്ദിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഭഗവത് സ്മരണയുണ്ടായിരുന്നു. മനസ്സിലായി പറഞ്ഞ് ഇതും ഭഗവാന്റെ ഒരു ലീലയാണെന്നുള്ള ആ രീതി അദ്ദേഹത്തിന് അറിയായിരുന്നു. അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചതും. ഇനി അടുത്തത് ദുഃഖാംഭോധേ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേയുധപോയം വചാമിഹി സർവാജന്തോനത്യവർത്തിഷ്ടശക്ത്യാ ത്വൽഭക്താനാം കുത്രനോത്കർഷലാഭാഃ. ദുഃഖാംഭോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേയുധപോയം വചാമിഹി സർവാജന്തോനത്യവർത്തിഷ്ടശക്ത്യാ ത്വൽഭക്താനാം കുത്രനോത്കർഷലാഭഃ. ദുഃഖാംഭോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേയുധപോയം വശാഭി സർവാജന്തോനത്യവർത്തിഷ്ടശക്ത്യാ ത്വൽഭക്താനാം കുത്രനോത്കർഷലാഭഃ. ദുഃഖാംഭോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേയുധപോയം വശാഭിഃ സർവാഞ്ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വൽഭക്താനാം കുത്രനോത്കർഷലാഭഃ. നോത്കർഷലാഭഃ. വായിക്കാൻ പറ്റൂ? ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ദുഃഖാം ഭോജതിർമധ്യഭാജി ത്രികൂടേ ക്രീഡാൻ ശൈലേയുധപോയം വശാപി സർവാൻ ജന്തൂനത്യവത്തിഷ്ടശക്ത്യാ തദ്ഭക്താനാം കൃതനോത്കർഷലാഭഃ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ദുഃഖാംഭോധേർമധ്യഭാജി ത്രികുടേ ക്രീഡൻ ശൈലേ യുധപോയം വശാഭി. സർവാഞ്ജന്തുനത്യവർദ്ധിഷ്ടശക്ത്യാ ത്വൽഭക്തനാം കുത്രനോത്കർഷലാഭഃ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ദുഃഖാനാം ഭോധേർമധ്യഭാജി ത്രികുടേ ക്രീഡൻ ശൈലേ യുധപോയം വശാഭി സർവാൻ ജന്തുൻ അത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കൃതനോത്കർഷലാഭഃ. വെരി ഗുഡ്.
നെക്സ്റ്റ് പ്രൗഢിമാര് വായിക്കൂ. ഹരേ കൃഷ്ണ. ദുക്താം ഭോദേർമധ്യവാജേ ത്രികുടേ ക്രീഡൻ ശൈലയുതപോയം വശാഫി സർവാൻ ജന്തുനത്യവർത്തിഷ്ടശക്തിയാ ത്വൽഭക്താനാം കുത്രനോൽകർഷലാഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നന്നായിട്ട് വായിച്ചു. വെരി ഗുഡ്. ദുത്താംഭോദേ മധ്യഭാഗേ ത്രികൂടേ. പാലാഴിയുടെ നടുക്കുള്ള ത്രികൂട പർവ്വതത്തില് ആ ആന എന്താണ് ക്രീഡൻ ശൈല് യൂതപോയം വശാപി. ഗജേന്ദ്രനായിട്ടുള്ള ഇവൻ എന്താ പിടിയാനകളോട് കൂടിയിട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ത്രികൂട പർവ്വതത്തില് എന്താ ചെയ്യുന്നത്? വിരഹിക്കുന്നു. ശക്തിയാ സർവാൻ ജന്തുവിന് അത്യവർത്തിഷ്ട ശക്തി. ആ ശക്തി കൊണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ജന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗജങ്ങളുടെ രാജാവായി തീർന്നു എന്നുള്ളതാണ്. ഭഗവത് ഭക്തന്മാർ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ അവര് നമ്പർ 1 ആകും എന്നുള്ളതാണ്. ഇവിടെ അതേപോലെയല്ലേ. ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനായിരുന്നു. പക്ഷെ ആ ഭക്തന് ശാപം കിട്ടിയിട്ടും ഗജേന്ദ്രനായിട്ട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഗജനായനൊക്കെ പോലും ആനയായനൊക്കെ പോലും അവനാണെന്നുണ്ടെങ്കിൽ ഗജന്മാരുടെ രാജാവായി മാറി എന്നുള്ളതാണ്. തൊൽഭക്താനം കുത്തരനോക്കർഷലാഭ. അന്നേരം പട്ടതിരിപ്പാട് പറയുക, അങ്ങയുടെ ഭക്തന്മാർക്കാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് എന്തെങ്കിലും ഒരു കുറവ് വരുന്നത് എന്നുള്ളത്. ശരിയല്ലേ പറയുന്നത്? നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ഭക്തന്മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭക്തരുടെ കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിനും ഭഗവാൻ ഒരു കുറവും വരുത്തില്ല എന്നുള്ളതാണ്. അതേപോലെയാണെന്നുണ്ടെങ്കിൽ പട്ടതിരിപ്പാട് അത് തന്നെ ഭഗവാനോട് പറയുന്നത്, തൊൽഭക്താനം കുത്രനോക്കർഷലാഭ. അങ്ങയുടെ ഭക്തന്മാർക്ക് എന്തെങ്കിലും കുറവ് വരുമോ? ഇല്ലല്ലോ. എന്താ ഇവിടെ വന്നത്? ഇന്ദ്രദുമ്ന മഹാരാജായിരുന്നു. പക്ഷെ ആ ഗജനായിട്ട് മാറി, ആനയായിട്ട് മാറിയണക്കെ ആനകളുടെ രാജാവായിട്ട് അവൻ മാറി എന്നുള്ളതാ. മനസ്സിലായി പറഞ്ഞ? പിടയാനകളോട് കൂടിയിട്ട് ത്രികുടാഞ്ചൽ പർവ്വതത്തിൽ അവന് സ്വൈര്യമായിട്ട് വിരഹിക്കുന്നവനായിട്ട് മാറുന്നു. സന്തോഷത്തോടുകൂടി അവരവിടെ ജീവിക്കുന്നു. ഇനി അടുത്തത് സേനസ്ഥാംനാ ദിവ്യദേശത്തെ ശക്തിയാ സ്വയം ഹേദാന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഹർമദാന്തസ്വരസ്യ ജ്യൂദേശാത്രം പ്രണിന്യോഭിരേമേ. സേനസ്തേംനാ ദിവ്യദേശത്തെ ശക്തിയാ സ്വയം ഹേദാന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഹർമദാന്തസ്വരസ്യ ജ്യൂദേശാത്രം പ്രണന്യോഭിരേമേ. സേനസ്തേംനാ ദിവ്യദേശത്തെ ശക്തിയാ സ്വയം ഹേദാന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഹർമദാന്തസ്വരസ്യ യൂദേശാർത്ഥം പ്രണന്യോഭിരേമേ. സേനസ്തേംനാ ദിവ്യദേശത്തെ ശക്തിയാ സ്വയം ഹേദാന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഹർമദാന്തസ്വരസ്യ യൂദേശാർത്ഥം പ്രണന്യോഭിരേമേ. പ്രണന്യോഭിരേമേ യൂദേശാർത്ഥം. സേനസ്തേംനാ ദിവ്യദേശത്തെ ശക്തിയ സ്വയം ഹേദാന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഹർമദാന്തസ്വരസ്യ യൂദേശാർത്ഥം പ്രണന്യോഭിരേമേ. വായിക്കാമോ? സ്വേനസ്തേംനാ ദിവ്യദേശത്വശക്ത്യാ സ്വയം ഖേദാന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ കർമ്മതാന്താസരസ്യാം യൂഥൈസാർദ്ധം ത്വത്പ്രണൂനോഭിരേമേ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ അടുത്താള്. ഹരേ കൃഷ്ണ. സേനസ്തേംന ദിവ്യദേശസ്തശക്ത്യാ സ്വയം ഹേതന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഹർമതാന്തസരസ്യാം യുദ്ധൈസാർത്ഥം തുൽപ്രാണനോ അഭിരമേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്താള്.
दिव्यदेशत्वशक्त्या सो अयं केदान प्रजानन् कदाचित् शैलप्रान्ते कर्मदान्धसारस्यं युद्धैः सार्धं तत् प्राणुन्नो फिरेमे. അത് ഇനി മൈക്കൊന്ന് ഓൺ ചെയ്യണേ. ഹരേ കൃഷ്ണ, കേട്ടില്ലേ? മാതാജിയുടെ മൈക്ക്. स्वेन स्तेम्ना दिव्य देशत्वशक्त्या सोऽयं खेदानपजानन् कदाचित् शैलप्रान्ते हर्मदान्धसरस्यां यूदैः सार्धं त्वत्प्रणुन्यो अपिरेमे. മാതാജിയുടെ മൈക്ക് ഓഫ്. സ്ക്രീനിലൊന്ന് തൊടുക. ആ മൈക്കിന്റെ ഭാഗം എന്തു ചെയ്യുന്നേ? മഹാബന്ധു പ്രഭു അതിലേക്ക് വായിച്ചു. മാതാജി ക്യാമറ ഓൺ കൂടെ. ക്യാമറയോട് ഒരു മൈക്കിന്റെ പടമുണ്ട്. ചില സമയത്ത് അങ്ങനെ ബ്ലോക്ക്. അത് തന്നെ ക്യാമറ ഓൺ അതിനോട് ചേർന്നാണ്. അതിനോട് ചേർന്നാണ് ഇരിക്കുന്നത് ഈ മൈക്കിൻ്റെത്. അതിൽ കറക്റ്റ് തൊടണം. പ്രശ്നമായി. യെസ് മാതാജി ഓക്കെ. ഓക്കെ ആയിടോ. ഇല്ല, മാതാജിയുടെ ഓക്കെ, പ്രഭുവിൻ്റെതാ ഓക്കെ. അത് മാതാജിയുടെ വന്നിട്ടുണ്ട്. സംസാരിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കില്ലേ, അത് ഭഗവാന്റെ ഒരു കളിയല. നമ്മൾ പറഞ്ഞു സേനസ്തേന ദിവ്യദേശത്ത് ശക്തി സ്വയം ഭേദാന പ്രജാനം കഥാചിത്. നോക്കെ, മലയാപർവ്വതത്തിലായിരുന്നു ഇന്ദ്രദ്യുമ്ന മഹാരാജ് തപസ്സിരുന്നത്. പക്ഷെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എവിടെയാണ് ആനയായിട്ടുള്ള ജന്മം കൊടുത്തത്? ത്രികുടാചൽ പ്രദേശത്ത്, പർവ്വതത്തില്. മനസ്സിലായോ? ആ ത്രികുടാചൽ പ്രദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ സ്ഥലങ്ങൾക്ക് കൊണ്ട് ഓരോ പ്രാധാന്യം എന്നുള്ളതാ. അത് പൂന്താനം പറഞ്ഞില്ലേ, ഭാരതദേശത്തിൽ നമ്മൾ ജനിക്കണമെന്ന് പറയുന്നില്ലേ. ആ ഭാരതദേശത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്രയും, എവിടെ നോക്കിക്കഴിഞ്ഞാലും അമ്പലം, എവിടെ നോക്കിക്കഴിഞ്ഞാലും സത്സംഗങ്ങളെ, എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങള്, യൂട്യൂബിലൊക്കെ തന്നെ എത്രയാ നമുക്ക് കിട്ടുന്നതെന്നുള്ളതാ. അതാണ് പറയുന്നത്. ഈ ഭാരതദേശത്തിന്റെ മഹത്വം അതാണ്. പക്ഷെ നമ്മൾ വെളിനാട്ടിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, വെളി മീൻസ് ഔട്ട് ഓഫ് ഇന്ത്യ,
ഔട്ട് ഓഫ് ഇന്ത്യ പോയി കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ ദൂരങ്ങൾ പോകണം. ഒരു 10, 30, 50, 100 കിലോമീറ്റർ ഒക്കെ ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ക്ഷേത്രങ്ങളില്ല. അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രഭാഷണങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള സപ്താഹങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അതിൽ നിന്നിട്ട് ഭാഗ്യം നോക്കിക്കോണം. അന്യ നാട്ടിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലാണ് ജനിച്ചിരിക്കുന്നത് രാധാനാഥ് മഹാരാജ്. ആ ഒരു കുട്ടിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ആ രാജ്യം വിട്ടിട്ട് ഇന്ത്യ വന്നു എന്നുള്ളത്. അതേപോലെ എത്രയോ മഹാരാജാക്കന്മാർ, അതേപോലെ എത്രയോ ആൾക്കാര് എല്ലാവർക്കും എവിടെ വരുന്നത്? ഇന്ത്യയിലാണ് വരുന്നത്. ഇന്ത്യയിലെ ദിവ്യദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാ പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഗജേന്ദ്രന് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ത്രികൂടാചര സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആ ദേശത്തിന്റെ മഹിമ കൊണ്ടും എന്താണ് പറയുന്നത്? സേന ദിവ്യദേശത്തെ ശക്തി. ആ ദേശത്തിന്റെ മഹിമ ത്രികുടാചലില് അതുകൊണ്ടാണ് ജന്മം കൊടുത്തത്. സോയ ഗീതാന പ്രജാനൻ കഥാചിത്ത്. അതുകൊണ്ട് എന്താ, യാതൊരു ദുഃഖവും അറിയാതെ അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ഗജങ്ങളുടെ കൂടെ താമസിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പറ്റിയത്? ഒരിക്കലും വരൾച്ച വന്നു. വരൾച്ച വരുന്ന സമയത്ത്, വെള്ളം കിട്ടാതെ വന്ന സമയത്ത് ഭഗവാന്റെ തന്നെ ഒരു നിശ്ചയമാണ് ഇതെല്ലാം. നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ എല്ലാം പ്രീ പ്ലാൻഡ് ആണ് കേട്ടോ. അത് ഭഗവാന് അറിയാതെ ഒരു ഇല പോലും ചലിക്കില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണെന്നുള്ളത്. ഇവിടെ അതേപോലെ എന്താ, ഈ ആനകളുടെ കൂട്ടത്തിൽ ഈ ഗജേന്ദ്രനാണെന്നെങ്കിൽ വളരെ ഉത്സാഹത്തോടും വളരെ സന്തോഷത്തോടും കൂടി ജീവിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റി? ഒരു വരൾച്ച വന്നു, വെള്ളം ഒന്നും കിട്ടാതെ വന്നു. അന്നേരം ആനക്കൂട്ടങ്ങളെല്ലാം വെള്ളം തേടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നോക്കി നടക്കാൻ തുടങ്ങി. അന്നേരം പറയുന്നത് ശൈലപ്രാന്തി ഹാർവതന്റെ സരസ്യം. അങ്ങനെ അതിന്റെ ആ പ്രാന്തത്തില്, ആ പർവ്വതത്തിന്റെ പ്രാന്തത്തില് അന്നുണ്ടെങ്കിൽ ഒരു സരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുളം, നമ്മൾ പറയും കുളം എന്ന് പറയും, സരസ്യ തടാകം കണ്ടു. യൂതേശാർട്ടും ത്വത്പ്രന്നോപി രമേ. അതിന് ഭഗവാന്റെ തന്നെ പ്രേരണ മൂലം യൂതേശാർട്ടും ത്വത്, അങ്ങയുടെ പ്രേരണ കൊണ്ട് അവരെന്ത് ചെയ്തു? ഈ ഗജക്കൂട്ടങ്ങളെല്ലാം കൂടി ഈ സരസില് ഇറങ്ങിക്കഴിഞ്ഞു. പ്രേരണ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഗജത്തിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മോശം കിട്ടേണ്ട സമയം അടുത്തിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞു എല്ലാം പ്രീ പ്ലാൻഡ് ആണെന്ന്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അതുകൊണ്ട് എല്ലാം നേരത്തെ ലിഖിതമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് സുഖമായാലും ദുഃഖമായി കഴിഞ്ഞു കഴിഞ്ഞാലും നിന്ദയായി കഴിഞ്ഞു കഴിഞ്ഞാലും ബഹുമാനമായി കഴിഞ്ഞു കഴിഞ്ഞാലും അപമാനമായി എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ രണ്ട് കൈയും കൂടി നീട്ടി സ്വീകരിക്കാനുള്ള ആ ഒരു നമ്മുടെ മനസ്സിനൊരു ഇത് വരണം എന്നുള്ളതാണ്. പക്ഷെ പറയാനൊക്കെ ഭയങ്കര എളുപ്പമാ, പക്ഷെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. എന്നാൽ തന്നെ കുറച്ചൊക്കെ നമുക്ക് തന്നെ സമാളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതേപോലെ ഭഗവാന്റെ ആ മുൻകൂട്ടിലുള്ള ആ നിശ്ചയം പ്രകാരം എന്താ ഈ ആനക്കൂട്ടങ്ങളെല്ലാം കൂടെ ഈ ശൈലപ്രാന്തത്തിൽ നിന്നിട്ട് എവിടെ വരുന്നു? ആ സരസില് വരുന്നു എന്നുള്ളതാണ്. അവിടെ നോക്കിക്കോ. ഗ്രാഹീഭൂതജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈന്യം കസ്ഥിരം പാദദേശേ ശാന്ത്യർത്ഥം ഈശാന്തിദോസി സ്വകാനാം. കൂഹൂത്താവാദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈന്യം കസ്ഥിരം പാദദേശേ ശാന്ത്യർത്ഥം ഈശാന്തിദോസി സ്വകാനാം. കൂഹൂസ്താവ ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈന്യം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഈശാന്തിദോസി സ്വകാനാം. കൂഹൂത്താവ ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈന്യം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഈശാന്തിദോസി സ്വകാനാം. കൂഹൂത്താവദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈന്യം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഈശാന്തിദോസി സ്വകാനാം. കഴിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹുഹുസ്താവദേവലസ്യ സാഭിശാപാത് ഗ്രാഹീഭൂതസ്ഥജലേ വർത്തമാനഃ
ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യാർത്ഥം ഹി ശാന്തിദോസി സ്വകാനാം. ഹരേ കൃഷ്ണ മാതാജി. വെരി ഗുഡ്. ഹരിക്കോൾ. ഹരിക്കോൾ. നെക്സ്റ്റ് വായിക്കൂ. വായിക്കേ. വായിക്കാത്ത ആൾക്കാരോട് വായിക്കൂ. എവിടെ പോയി എല്ലാരും? ഹരേ കൃഷ്ണ വായിക്കട്ടെ മാതാജി. വായിരേ. കുഹു സദാവത് ദേവലോ അസ്സി ശാബത് ഗ്രാഹി ഭൂതസ്തത് ജലേ വർത്തമാനഃ ജാഗ്രഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യാർത്ഥം ഹി ശാന്തിദോസി സ്വകാനാം. ഹരേ കൃഷ്ണ. വൗ, വെരി ഗുഡ്. പേരെന്താണ്? ശശികുമാർ. ശശികുമാരൻ. ഹൂ സ്ഥാപത് പറയണ്ട. അവിടെ ഈ എങ്ങനെയാണ് സംസ്കൃതത്തിൽ സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈലന്റ് വരും. ഹൂഹു താവത് ദേവ ലശ്യാഭിശാപാത് ഗ്രാഹീ പൂത തച്ചലി. അവിടെ സൈലന്റ് പോകും. നമ്മൾ അത് എടുത്ത് പറയരുത്. വർത്തമാനഃ ജഗ്രാഹൈനം കസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശാന്തിദോസി സ്വകാനാം. ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവന് താവത് ദേവലശ്യാഭി ശാപാത് ദേവല മുനിയുടെ ശാപം മൂലം ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവന് ഗ്രാഹീ പൂത തജ്ജലി വർത്തമാനക. ആ ജലത്തില് ഇപ്പോഴ് ആരുണ്ട്? ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവന് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? മുതലയായിട്ട് മാറി. ദേവല മഹർഷിയുടെ ശാപത്താല് ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ മുതലയായിട്ട് അവിടെ തന്നെ ഉണ്ട്. മനസ്സിലായി പറഞ്ഞു? ഇവരിപ്പം വെള്ളം കുടിക്കാൻ വരുന്ന ആ പൊയ്കയിൽ തന്നെ ആ ഗൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ മുതലയായിട്ട് കിടക്കുന്നുണ്ട്. ജഗ്രാഹൈനം കസ്തിനം പാദദേശേ ശാന്ത്യത്വം ഹി ശാന്തിദോസി സ്വകാനാം. ഇവരെല്ലാവരും ആനക്കൂട്ടങ്ങൾ എല്ലാം കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം കാണാതിരിക്കുമല്ലേ? അവർക്ക് വരൾച്ച കൊണ്ട് അവർക്ക് ദാഹത്തില് അവർ പെട്ടിരിക്കുമായിരുന്നു. എല്ലാ ആനക്കൂട്ടങ്ങളും കൂടി ആ സരസിലിറങ്ങി കഴിഞ്ഞിട്ട് എന്താ അവരിഷ്ടംപോലെ ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ കളിച്ചു കുടിച്ചു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടെ അതിനകത്ത് കളിച്ചിട്ട് അവസാന സമയത്ത് എന്താണ് എല്ലാവരും എന്താ പറ്റുന്നത്? എല്ലാവരും വെളിയിൽ കയറി. ആദ്യം ഗജരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ദ്രദ്യുമ്ന മഹാരാജാവാണല്ലോ. അദ്ദേഹം എന്താ ഗജേന്ദ്രന് ലാസ്റ്റിലല്ലേ ഇറങ്ങത്തുള്ളൂ, രാജാവല്ലേ. അന്നേരം പ്രജകളെ എല്ലാവരും വെളി വിട്ടു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജഗ്രാഹൈനം കസ്തിനം പാദദേശേ ഇദ്ദേഹത്തിന് വരാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് എന്താ കാലിൽ എന്തോ പിടിച്ചിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞ്? ആ കാലിൽ പിടിച്ചിരിക്കുന്നതിന് നമുക്ക് അദ്ദേഹത്തിന് പിടിക്കാനേ പറ്റുന്നില്ല എന്നുള്ള. ശാന്ത്യർത്ഥം ഹി ശാന്തിദോസി സ്വകാനാം. ഭഗവാനെ എന്താ പറയുന്നത്? ശാന്തി നൽകുവാനായിട്ടാണല്ലോ സ്വഭക്തന്മാർക്ക് ക്ലേശനായി തീരുന്നത്. ശാന്ത്യർത്ഥം ഹി ശാന്തിദോസി സ്വകാന. അങ്ങയുടെ ഒരു കളിയല്ലേ ഇത്? സ്വന്തം ഭക്തന്മാർക്കാണെന്നുണ്ടെങ്കിൽ അശാന്തി കൊടുക്കുന്നു. മനസ്സിലായോ പറഞ്ഞ്? ശാന്തിദോസി സ്വകാന. സ്വഭക്തന്മാർക്ക് ക്ലേശം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ശാന്തി നൽകുവാനായിട്ടാ. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ അതേപോലെ തന്നെ സ്വന്തം ഭക്തനാണ് ഗജേന്ദ്രന്. ആ ഗജേന്ദ്രന് അശാന്തി കൊടുക്കുന്നു. എങ്ങനെയാണ്? ആ മുതല കാലിൽ പിടിച്ചിട്ട് അവന് അശാന്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചിട്ടും ആ തടാകത്തിൽ നിന്നിട്ട് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. എന്നിട്ട് അത് എല്ലാ ആനക്കൂട്ടങ്ങളും വന്നിട്ട് ഇദ്ദേഹത്തിനെ വെളി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ ശ്രമം പാഴായി പോകുന്നു. ആ ശ്രമത്തില് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്താ നോക്ക്, എല്ലാവരും വിട്ടിട്ട് അവരവന്റെ പണിക്ക് പോയിന്നുണ്ട്. ഇത് തന്നെയാ നമ്മുടെ കാര്യവും. നമ്മളും അതേപോലെ തന്നെയാ. നമ്മൾ എന്തിനോ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആർക്കോ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അവസാന സമയത്ത് നമ്മുടെ ശ്മശാനത്തിൽ നോക്ക്, ശ്മശാനം വരെ ആൾക്കാർ വരത്തുള്ളൂ അല്ലെ? പിന്നെ നമുക്ക് കൂടെ വരാൻ പറ്റുമോ? അവർക്കാർക്കെങ്കിലും ഇല്ല. അന്നേരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ പുണ്യങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ, പുണ്യങ്ങളും പാവങ്ങളും നമ്മുടെ കൂടെ വരുമെന്നുള്ളതാ. അതുകൊണ്ട് നമ്മൾ എത്രയും പുണ്യം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത്രയും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഈ പട്ടണം വരെ ശ്മശാനത്തിൽ വരുന്ന ആൾക്കാരെന്താ ചെയ്യുന്നത്? അവര് തിരിച്ചു വന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ കത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ അവര് വന്നിട്ട് ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നു. അങ്ങനെ എല്ലാ ആൾക്കാരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. ആരും ഇതിനകത്തൊന്നും ഒരു എക്സെപ്ഷണൽ കേസും ഇല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം ഈ പറയുന്നതിനുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം എപ്പോഴും ചിന്തിച്ചോണം.
ഇങ്ങനെ നമുക്ക് ഓരോ എക്സാമ്പിളുകൾ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നമുക്കിതൊക്കെ പറയാതെ തന്നെ അറിയാമെന്നുള്ളതാ അല്ലേ? എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണെന്നുള്ളതാ. 100%, 100 പറഞ്ഞാൽ 101% വേണമെങ്കിലും ഇങ്ങനെ തന്നെയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഗജേന്ദ്രന്റെ കൂട്ട് ആവരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങളിൽ നമ്മൾ മുഴുകണം. പക്ഷെ അതോടൊപ്പം തന്നെ പുണ്യകാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് നമ്മൾ വളരെ ശാന്തമായിട്ട് സമാധാനത്തോടുകൂടി ഭഗവത് ഭക്തി ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അത് മാത്രമല്ല വേണ്ടുന്നത്, ഭഗവത് പ്രചാരം വേണം. ഇദ്ദേഹമാണ് നോക്ക്, ഞങ്ങളുടെ ഗുരു, ഞങ്ങളുടെ ശീലപ്രഭുപാദ ഇസ്കോണിന്റെ ഫൗണ്ടറാചാര്യാണ് ഇത്. ഇദ്ദേഹം നോക്കൂ, എത്രാമത്തെ വയസ്സിലാ ഭക്തി വന്നിരുന്നത്? ഭക്തി ഉണ്ടായിരുന്നു, പക്ഷെ സീരിയസ് ഭക്തി പറഞ്ഞു കഴിഞ്ഞാല് 55-ാമത്തെ വയസ്സിലാ വന്നേന്നുള്ളതാ. പക്ഷെ നോക്ക്, 10 വർഷം കൊണ്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രചാരത്തിന് വൈറ്റ് എലിഫന്റ്സിനെ ഭക്തന്മാരാക്കി തീർത്തു എന്നുള്ളതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ കഞ്ചാവും ചരസും കുടിച്ച് പിന്നെ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മദ്യത്തിന്റെ ആ ലഹരിയിൽ മുഴുകി അവരാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളിൽ മുഴുകി അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ നോക്ക്. എത്രയോ ആൾക്കാരാണ് ഇപ്പൊ വൃന്ദാവനത്തിൽ. ദൈവമേ, നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിശയപ്പെട്ടു പോയി. ലുങ്കി അവരാണെന്നുണ്ടെങ്കിൽ ധോത്തി കുർത്തയൊക്കെ ഇട്ടിട്ട് അവരുടെ ആ കോട്ടും സൂട്ടും എല്ലാം ഉപേക്ഷിച്ച്, അതേപോലെ തന്നെ സ്ത്രീകളെന്ന് പറഞ്ഞ ഗോപികന്മാരുടെ ഡ്രസ്സ്, സാരി അല്ലെന്നുണ്ടെങ്കിൽ ഹാഫ് സാരിയിലുള്ള ആ ഗോപികന്മാരുടെ ആ ഡ്രസ്സിൽ അവർ നടക്കുന്നുള്ള. നമ്മുടെ അവിടെ തൊഴാൻ വരുന്ന ആൾക്കാർ, ഇസ്കോണമ്പലത്തിലൊക്കെ ഞാൻ കാണുന്നതാ, തൊഴാൻ വരുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർ വലിയ പെമ്പിള്ളാരായാലും വലിയ കോട്ടും സോട്ടും അതും ഇതും ഒക്കെ ഇട്ടിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് വലിയ ഭാഷം വരും. മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങോട്ട് മേളിലോട്ട് കെട്ടി ആ ഒരു രീതി. അവർക്ക് കൃഷ്ണ എന്ന് പറയാൻ ശരിക്കറിയില്ല. കൃഷ്ണ 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 എന്നാ പറയുന്നുള്ളതാ. പക്ഷെ അവരുടെ ഭക്തിയാണ് ഭക്തി എന്നുള്ളതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും നമ്മൾ അവരെ നോക്കിക്കൊണ്ടെന്നുള്ളതാ. അവർക്ക് എന്തോ ഇല്ലാഞ്ഞിട്ട് അവരൊക്കെ മില്യനേഴ്സ് ആയിരിക്കും, ശതകോടീശ്വരന്മാരായിരിക്കും. പക്ഷെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവര് ഭഗവത് പദാംബുജത്തില് ഭഗവത് ഭക്തിയിൽ അവര് മുഴുകിയിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വെറുതെ മുന്നോട്ട് കൊണ്ടുപോവല്ല. എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അവര് നമ്മൾ കാണാം, റോഡ് സൈഡിലൊക്കെ ഉണ്ടല്ലോ നിന്നിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു എന്ന് പറഞ്ഞ് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് വന്നിട്ട് അവരുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ഒക്കെ മുന്നിൽ ഇരുന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു വിധ നാണവും ഇല്ല. അങ്ങനെയുള്ള നാണിക്കുന്ന എന്തിനെ? ഭഗവാന്റെ നാമം പറയാനെ കൊണ്ട് നാണിക്കേണ്ട ആവശ്യമുണ്ട്. എത്രയും ഉറക്കം നമ്മൾ നാമം ചെല്ലുന്നുണ്ടോ അത്രയും നല്ലതാ. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ഈ ചെടികളെല്ലാം എന്ന് പറഞ്ഞാൽ അവർക്കും ജീവനുണ്ട്. അവരും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഏതൊക്കെയോ ജന്മങ്ങളിൽ എന്തൊക്കെയോ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവർക്ക് വൃക്ഷങ്ങളായിട്ട് ജന്മം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അന്നേരം അവർക്ക് പോലും ഈ ഭഗവത് നാമം കേട്ടിട്ടുണ്ടല്ലോ, ആ ഭക്തിയുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ അവര് ആ നാമം കേട്ട് അവർക്ക് ഈ ജന്മം ഇങ്ങനെ അജരമായിട്ട് വന്നെങ്കിലും, സ്ത്രീയായിട്ട് വന്നെങ്കിലും, വൃക്ഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അടുത്ത ജന്മങ്ങളിലുണ്ടല്ലോ ഒരുപക്ഷെ അവർക്ക് മനുഷ്യ ശരീരം കിട്ടാൻ ചാൻസ് ഉണ്ട്. 84 ലക്ഷം യോനികളിൽ കൂടി കറങ്ങിയിട്ടാണ് നമുക്കൊരു മനുഷ്യ ശരീരം കിട്ടുന്നത് എന്നുള്ളതാണ്. നമുക്കിതൊന്നും അറിയില്ല. നമ്മളിത് വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നു എന്നുള്ളത്. അങ്ങനെ വേസ്റ്റ് ആക്കി കളയാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് വെച്ചുകൊണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ എല്ലാവർക്കും ഈ മാലയൊക്കെ കാണുമായിരിക്കും. ജപം ചെയ്യണം. ആ ജപത്തിൽ കൂടിയാണ് നമ്മുടെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന സഞ്ചിതം. ഒരു കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാവം എല്ലാം നമുക്ക് കരിച്ചു കളയണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ മന്ത്രം എപ്പോഴും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കട്ടെ. പ്രേമദാനമാണ് ഈ നമുക്ക് ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രേമദാനമാണ് നമുക്ക് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ആ നാമം തത്തിക്കളിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തില് ഈ ക്ലാസ് നമുക്ക് ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.